പരിപ്പ് കറി ഇതാ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കിയാൽ കിഡിലും ടേസ്റ്റാണ് കേട്ടോ. നമുക്ക് കുക്കറിൽ ഒരു 10 മിനിറ്റിനുള്ളിൽ തന്നെ അടിപൊളി കറി ഉണ്ടാക്കിയെടുക്കാം. പരിപ്പ് കറി കൂട്ടാത്ത ആളുകളാണെങ്കിൽ പോലും പരിപ്പ് കറി കൂട്ടിപ്പോട്ടും. അത്രയ്ക്ക് ടേസ്റ്റ് ആയിട്ടുള്ള നല്ലൊരു കറിയാണ്. ഉണ്ടാക്കുന്നത് എന്നു കാണിച്ചിട്ടെ. അപ്പോൾ അതിനായിട്ട് ഇതുപോലെ പരിപ്പ് ഒന്ന് എടുത്തിട്ട് കഴുകി വാരിയെടുക്കുക. അതിനുശേഷം നമുക്ക് ഇതുപോലെ കുക്കറിലേക്ക് മൊത്തത്തിൽ അങ്ങോട്ട് വാരിയിട്ട് കൊട്ടാട്ടോ. ഇതിങ്ങനെ കൊട്ടിയെടുത്തതിന് ശേഷം നമുക്ക് അതിനകത്തേക്ക് ആവശ്യത്തിന് വെള്ളം കോരി എടുത്ത് ഒഴിക്കാം. പിന്നെ നമുക്ക് നമ്മുടെ വീട്ടിൽ നല്ല തണ്ണിമത്തങ്ങ അല്ലല്ലോ, മത്തങ്ങ ഉണ്ടല്ലോ, മത്ത അതുണ്ടെങ്കിൽ നമുക്കത് ഇതുപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് കുനുവിന് അരിഞ്ഞിടാം. ഇനി മത്ത ഇല്ലെങ്കിൽ കുഴപ്പമില്ല, തക്കാളി മാത്രം ഇട്ടാൽ മതി കേട്ടോ. അപ്പോൾ ഇതുപോലെ രണ്ടും കൂടി ഇട്ട് കൊടുക്കാം. പിന്നെ പച്ചമുളക് ഇതുപോലെ ഒടിച്ചങ്ങ് ഇട്ട് കൊടുക്കാം. എന്നാലാണ് ആ ഒരു പരിപ്പിൽ നല്ലൊരു ഫ്ലേവർ കിട്ടും കേട്ടോ പച്ചമുളകിൻ്റെ. പിന്നെ അതുപോലെ സവാള ഇതുപോലെ തന്നെ കൂടെ കുനുകുന അരിഞ്ഞിട്ട് അങ്ങനെ ഫുള്ളായിട്ട് അതിനകത്തൊക്കെ കിട്ടും. ഇനി കുറച്ച് കറിവേപ്പില അതും കൂടി ഇട്ടിട്ട് നമുക്ക് കുക്കർ അടച്ച് വെച്ചിട്ട് ഒന്ന് വേവാനായിട്ടൊന്ന് വിസിലടിക്കാനായിട്ട് മാറ്റി വയ്ക്കാം കേട്ടോ. ഇനി ഇതുപോലെ പച്ചമുളക് ഒന്ന് ചെറുതായിട്ടൊന്ന് ചെരിച്ച് ഇതുപോലെ അരിഞ്ഞെടുത്ത് വയ്ക്കാം. ചുവന്നുള്ളി അരിഞ്ഞെടുത്ത് വയ്ക്കാം. അതുപോലെ തന്നെ വെളുത്തുള്ളി കേട്ടോ. വെളുത്തുള്ളി ഇത്രയും സാധനങ്ങളോട് കൂടി ഒന്ന് അരിഞ്ഞെടുത്തിട്ട് മാറ്റി വെച്ചിട്ട് നമ്മുടെ കുക്കറിൽ വേവിച്ച് വെച്ചേക്കുന്ന നമ്മുടെ പരിപ്പൊക്കെ ഉണ്ടല്ലോ ഒന്ന് ഉടയ്ക്കുക. തവി വെച്ചിട്ട് ഒന്ന് ഉടയ്ക്കുക. ശേഷം ഇതുപോലെ നമ്മുടെ ചീഞ്ചട്ടിയിലേക്ക് കുറച്ച് കടുക് പൊട്ടിക്കുക. പിന്നെ ചുവന്നുള്ളിയും വെളുത്തുള്ളിയും കറിവേപ്പിലയും കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. കളറിന് വേണ്ടിയിട്ട് ഒരു നുള്ള മഞ്ഞൾപ്പൊടി കേട്ടോ. നമ്മൾ പച്ചമുളക് ചേർത്തത് കൊണ്ട് തന്നെ ഒട്ടും തന്നെ മുളക് പൊടി ഇതിനകത്തേക്ക് ചേർക്കണ്ട. നല്ല ടേസ്റ്റാണ് ഇതേ ഒരു കറി. അതിനുശേഷം നിങ്ങൾക്ക് മനസ്സിലായല്ലോ, നമ്മൾ ആ ഒരു പരിപ്പ് വേവിച്ചത് അങ്ങോട്ട് പൊട്ടിയിട്ട് നന്നായിട്ട് തിളപ്പിക്കുക. ഒരു 5 മിനിറ്റ് തിളച്ചതിന് ശേഷം ഇതുപോലെ മൂടി വയ്ക്കുക. മൂടി വെച്ച് എടുക്കാൻ നേരത്തെ നമുക്ക് അതിനകത്തേക്ക് ഇത്തിരി പച്ച വെളിച്ചെണ്ണ കോരിയും കൂടെ ഒഴിക്കാം. പിന്നെ ഇത്തിരി കറിവേപ്പിലയും കൂടെ ഇട്ടിട്ട് എടുക്കുകയാണെങ്കിലോ നല്ല ടേസ്റ്റ്, നല്ല മണമാണ്. വെറുതെ ചോറിന് ഒഴിച്ച് കഴിക്കാനായിട്ട് നല്ലതാണ്. നല്ല മീൻ പൊരിച്ചതിൻ്റെ കൂട്ടത്തിലും ചിക്കൻ പൊരിച്ചതിൻ്റെ കൂട്ടത്തിലും പപ്പടം പൊരിച്ചതിൻ്റെ ഒക്കെ കൂട്ടത്തിലും അടിപൊളിയായിട്ടപ്പോൾ ഉണ്ടാക്കി നോക്കാം.